ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, ഞാൻ എന്റെ ചില വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരു 2 3 4 കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഹിജാബ് എങ്ങനെയാ വെയർ ചെയ്യണത്, ഇതിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കും. പിന്നെ അതങ്ങനെ ലാഗ് ആയി പോണതാണ്. അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും ഒരു ഹിജാബ് ട്യൂട്ടോറിയൽ വീഡിയോ കാണാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ഹിജാബ് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു 3 4 5 ഡിഫറെന്റ് ട്യൂട്ടോറിയൽ ആണ് കാണിക്കുന്നത്. അപ്പോ കൂടുതൽ ഞാൻ പറഞ്ഞ് ലാഗ് എടുപ്പിക്കണില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കും എന്ന് ബാ. അപ്പൊ ഗൈസ്, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഷിമ്മറിന്റെ ഒരു ഷോളാണ്. ഷിമ്മർ അതുപോലെ തന്നെ ജേഴ്സി ഹിജാബ്, ഇത് രണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യില്ല. കാരണം അത്രക്കും കംഫർട്ടബിൾ ആണ്. കാരണം എന്താണ്, ഒരു ഒഴുകി നിൽക്കുന്ന ഷോളാണ്. എവിടെ ഇട്ടാലും അതുപോലെ അങ്ങ് നിന്നോളും. മറ്റേതിനെ പോലെ അടങ്ങി നിൽക്കാത്ത സ്വഭാവമൊന്നുമില്ല. അപ്പോൾ സിമ്പിൾ ആയിട്ട്, അതായത് ഇപ്പൊ നമ്മൾ സാധാരണ എല്ലാവരും ഷോൾ ഇടുന്ന എങ്ങനെയാ, ഇതുപോലെയാണ് ഷോൾ ഇടുക. അപ്പൊ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് രീതികളാണ് ഞാൻ കാണിക്കുന്നത്. അതായത് ചുറ്റിക്കെട്ടുന്ന ഡിഫറെന്റ് രീതികളല്ല. അത് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. അപ്പൊ എന്താ വെച്ചാൽ, ആദ്യത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കുറച്ചും ഈ ഒരു ഭാഗം കുറച്ച് കൂടുതലും എടുക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, സാധാരണ ഞാൻ എപ്പോഴും ഹിജാബ് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇടാറുള്ളത്. ഇങ്ങനെയാണ് സാധാരണ ഇടാറുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഞാൻ ഇപ്പൊ എങ്ങനെ ഇടാന്ന് വെച്ചാല്, നമ്മളിതാ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇതെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇടും. അപ്പൊ ഒരു ഡിഫറെന്റ് സ്റ്റൈലാവും. ഇതൊന്ന്. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു തുമ്പും മാനും തൂക്കിടുന്ന ഇഷ്ടമില്ല. എനിക്ക് അതൊരു അൺകംഫർട്ടബിൾ ആണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു ഉൾപോർഷൻ, ഈ ഒരു ഭാഗം അല്ല കേട്ടോ എടുക്കേണ്ടത്, ഈ ഉള്ളിൽ വരുന്ന ഈ ഒരു ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പൊ കുറച്ചുകൂടി ഫ്രീ ആയിട്ടിരിക്കും ഷോള്. ഇങ്ങനെ ഇട്ടാൽ കുറച്ചും കൂടി ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുകയും ചെയ്യും, വേറൊരു സ്റ്റൈലാകും. ഇപ്പൊ നോർമലി നമ്മുടെ ഷോർട്ട് കുർത്തീസ്, ഷോർട്ട് ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹിജാബ് സ്റ്റൈലാണ്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി രണ്ടാമത്തെ ഒരു മോഡൽ കാണിച്ചു തരാം. ഞാനിപ്പോ എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ജേഴ്സി ഷോൾ ആണ്. ഈ ഒരു ഷോൾ വെച്ചിട്ടാണ് ആ ഒരു സ്റ്റൈൽ ചെയ്താലും കാണാൻ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ, നിൽക്കേ ഉള്ളൂ. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നൊരു ഹിജാബ് സ്റ്റൈലാണ് അത്. അപ്പൊ എന്താ വെച്ചാൽ, സിമ്പിൾ ആണ്, ഇത്രേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ ഇടുന്ന ഷോൾ ഉണ്ടല്ലോ, അത് ഇവിടുന്ന് എടുത്തിട്ട് ഉള്ളിലൂടെ ഇടാം. നമുക്ക് ഇതുപോലെ ഇടാം. എന്നിട്ട് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഇടാം. നമ്മുടെ സ്കേർട്ട്, ടോപ്പ്, അതുപോലെ തന്നെ ലോങ് ആയിട്ട് വരുന്ന ഗൗൺ മോഡൽ, മാക്സി ഗൗൺ ടോപ്പുകള്, പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ വരുന്ന ഷോർട്ട് കുർത്തിക്കൊക്കെ ഏകദേശം ഈ ഒരു ഹിജാബ് സ്റ്റൈലും നല്ലതായിരിക്കും. ഷോർട്ട് കുർത്തിനേക്കാൾ എനിക്ക് തോന്നുന്നു മറ്റേ 2 ടൈപ്പ് ഡ്രസ്സിനായിരിക്കും കുറച്ചും കൂടി രസമായിട്ടുണ്ടാവും. ഇപ്പൊ ഒരുപാട് ആളുകൾ പെയർ ചെയ്യുന്നതാണ്. പക്ഷെ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് ഏറ്റവും പെർഫെക്റ്റ് നമ്മുടെ ജേഴ്സി ഹിജാബിനെയാണ്. കാരണം ഇതിങ്ങനെ ഇട്ട അവിടെ നിന്നോളും, താഴോട്ടേക്ക് ഊരി പോവില്ല. മറ്റേ ഷോളൊക്കെ ആണെങ്കിൽ താഴോട്ടേക്ക് ഊരി പോകും. അപ്പോൾ ഇത് വേറൊരു സ്റ്റൈലാണ് ഗൈസ് ഹിജാബിന്റെ. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റൈൽ നോക്കാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന മൂന്നാമത്തെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, കൂടുതലായിട്ടും ചേർന്ന് പോവാൻ നമ്മുടെ സൽവാർ ഉണ്ടാവില്ല, അത്യാവശ്യം വർക്കൊക്കെ വരുന്ന ചുരിദാറുകൾ, അതിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇപ്പൊ ചുരിദാർ ഇടാൻ പറ്റാത്തത് കൊണ്ട് ചുരിദാർ ഇടാത്തതാണ്. പക്ഷെ അതിന്റെ കൂടെയാണ് ഇത് സ്റ്റൈൽ ചെയ്യാനായിട്ട് നല്ല രസം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ നെക്ക് ഭാഗത്തൊക്കെ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഷോൾ ഇടുമ്പോൾ എന്താകുക, വർക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലത്തെ രീതിയിൽ ഹിജാബ് സ്റ്റൈൽ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു 2 പോർഷൻ ഉണ്ടല്ലോ ഹിജാബിന്റെ, രണ്ടും നമ്മൾ നമ്മുടെ ഡ്രസ്സിന് ഉള്ളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗൈസ്, ഇതാ ഏകദേശം ഇതുപോലെ ഉണ്ടാവും ഗൈസ് ഹിജാബിന്റെ തുമ്പും വാലും കൊണ്ടുള്ള ബുദ്ധിമുട്ട് തീരെ ഉണ്ടാവില്ല. സൽവാറിന്റെ കൂടെ മാത്രമല്ല, ഇങ്ങനത്തെ ഡ്രസ്സിന്റെ കൂടി മാച്ച് ആയിട്ട് പോകുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ നെക്ക് ഒരുമാതിരി പ്ലെയിൻ ആയിട്ട് കിടക്കുമ്പോൾ ഒരുപോലെ. പക്ഷെ നമ്മുടെ ചുരിദാറിന്റെ കൂടെയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ചുരിദാറിന് ഇതുപോലെ ഇങ്ങനെ ഷോൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനത്തെ ഷോളൊക്കെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാൻ അതുപോലെ പെയർ ചെയ്തിട്ടുള്ള ഒരു ചുരിദാറിലുള്ള ഒരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പൊ നിങ്ങൾ നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇനി ഇതിന്റെ ഭംഗി കുറച്ചും കൂടി കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഇയറിംഗ് ഉണ്ടല്ലോ, ഇതുപോലത്തെ ഇയറിംഗ്സും കൂടി പെയർ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഹിജാബ് സ്റ്റൈൽ ചെയ്ത വീഡിയോയിലാണ് എന്നോട് ട്യൂട്ടോറിയൽ കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ സാധാ പോലെ കുത്താറില്ല. അപ്പം മെയിനായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇടുകയാണ് ചെയ്യാറുള്ളത്. അപ്പം അതിൻ്റെ കുറച്ച് വെറൈറ്റികളാണ് ഇപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം.
അപ്പൊ നോക്ക്, നമ്മൾ ഇങ്ങനെ ഇടുകയാണെങ്കിൽ സൽവാർ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഈ ഒരു ഇയറിംഗ് പുറത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അടിപൊളിയല്ലേ? സോ ഗൈസ്, ഇതാണ് മൂന്നാമത്തെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. അപ്പൊ ഇതും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. ഇനി നാലാമത്തത് ഇതുപോലെ തന്നെ സിമ്പിൾ ആണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം കാണിച്ചു തരാം. ബാ, ഇനി സിമ്പിൾ ആയിട്ടുള്ള നാലാമത്തെ ഒരു മെത്തേഡും കൂടി ഞാൻ കാണിച്ചു തരാം. അതും ഭയങ്കര സിമ്പിൾ തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇതാ, ഒരു ഭാഗം കുറച്ച് ചെറുതും ഒരു ഭാഗം കുറച്ച് വലുതും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിത് സാധാ പോലെ ഒന്ന് ഫേസ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കൂടി ഇങ്ങനെ എടുക്കാം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എന്ത് ചെയ്ത് കൊടുക്കാം, സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാനൊക്കെ സാധാരണ പിന്നെ വെച്ചിട്ട് ആദ്യം കുത്തി കൊടുത്തിരുന്നു. പിന്നെ ഇപ്പൊ പിന്നെടുക്കാനുള്ള മടി കാരണം ഞാൻ എന്ത് ചെയ്യും, നമ്മളെ ഡ്രസ്സിന്റെ ഉള്ളിലോട്ട് തന്നെ അങ്ങ് തിരികെ കൊടുക്കലാണ്. ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല ഇതിന് കൂടുതൽ ഭംഗി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇയറിങ്സ് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് കുറച്ചും കൂടി ഇതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുക. ഇത് സൽവാറിൻ്റെ കൂടെയൊക്കെ ഇടാനായിട്ട് നല്ല രസമാണ്. ഏറ്റവും കൂടുതലും ഈ ഹിജാബൊക്കെ സ്റ്റൈൽ ചെയ്യുമ്പോൾ രസമാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജേഴ്സി ഹിജാബ് അല്ലെങ്കിൽ ഷിമ്മർ ഹിജാബ് എടുക്കണം. അപ്പോഴാണ് കുറച്ചും കൂടി ഇതുണ്ടാവുക. എൻ്റെ ഒരു ഇയറിങ്ങിന്റെ ബാക്കത്തെ സ്റ്റഡ് കാണാനില്ല, അതാട്ടോ ഒന്ന് ഞാൻ അങ്ങനെ വെച്ചിട്ട് മറ്റേത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഹിജാബിന്റെ പുറത്തോട്ട് ഈ കമ്മല് ഇട്ട് കൊടുക്കുക. അപ്പൊ എങ്ങനെയുണ്ട്, സെറ്റായിട്ടില്ലേ? അപ്പൊ ഗൈസ്, ഈ കാണുന്ന ഒരു 4 രീതിയാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ഹിജാബ് വെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ലെയറും തട്ടൊക്കെ എടുത്തിട്ട് ഷോളുകൾ ചുറ്റി കിട്ടുമായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ കിട്ടുമ്പോൾ തലവേദന ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നല്ല രീതിക്ക് ഇങ്ങനെ ഹിജാബ് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാണ് ചെയ്യാറുള്ളത്. ഇത് അടിപൊളിയാണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിന്റെ കൂടെ നമുക്ക് എന്താ സ്യൂട്ടബിൾ ആയി പോയിക്കോളും. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതികളൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ, എപ്പോഴും ഇങ്ങനെ ഇടുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു വെറൈറ്റി ഡിഫറെന്റ് ഐറ്റംസ് ആണല്ലോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നോർമലി ഇങ്ങനെ കുത്തുന്ന ഹിജാബ് സ്റ്റൈലുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. എന്തായാലും നമുക്ക് അതിന്റെ ഒരു 3-4 സ്റ്റൈൽ ട്യൂട്ടോറിയലും കൂടി ഇടാവുന്നതാണ്. അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.